നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് 26/8/2026. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ തിരുവോണദിന ആശംസകൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഓണത്തിന് മുമ്പേ ലഭിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് റേഷൻ കാർഡിൻ്റെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ കാരുണ്യ ചികിത്സാ പദ്ധതിയുടെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സേവനയുടെ തന്നെ പെൻഷൻ സെർച്ചിൽ കയറിയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ആളുകളുടെയും ബാങ്കിലേക്ക് തുക കൈമാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. ഒരുപക്ഷെ കിട്ടാത്ത ആളുകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ സേവന പോർട്ടലിൽ കയറിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇനിയും വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മുതൽ നമ്മുടെ ഡയറക്റ്റ് കൈകളിലെത്തത്തില്ല. അതായത് നമുക്കറിയാം 58 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കളുള്ള ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ ക്ഷേമ പെൻഷൻ പദ്ധതി. അപ്പോൾ ആ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നമ്മൾ പറഞ്ഞു 23 ലക്ഷത്തോളമാണ് ആളുകൾക്കാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് നിലവിലുള്ളത്. 24 ലക്ഷം പേരുടെ കൈകളിലേക്കാണ് ഈ പെൻഷൻ എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന്, അതായത് നമ്മുടെ സഹകരണ ബാങ്കുകളിലെയും മറ്റും ആ അക്കൗണ്ടിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയായിരുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ അതിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയും അതിനുശേഷം നമ്മുടെ ഇപ്പോൾ കയറിയ സർക്കാർ ഇപ്പോൾ അത് പുതിയ സംവിധാനത്തിലേക്ക്, അതായത് BVT സംവിധാനത്തിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് ഇനിയിപ്പോൾ നമ്മൾ ഒക്ടോബർ മുതൽ കാണുന്നത്. അപ്പോൾ അതിന് എന്തെല്ലാം ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്നാലും ഒന്നുകൂടെ പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കാം. സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് തിരക്ക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ. അപ്പോൾ ഇപ്പം മുതലേ നിങ്ങൾ പുതിയ അക്കൗണ്ട് എടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ തുടങ്ങിയവയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു ബാങ്കിൽ, അതായത് ഇപ്പം നിങ്ങളുടെ ഫെഡറൽ ബാങ്കോ SBIയോ പിന്നെ അതുപോലെ തന്നെ യൂണിയൻ ബാങ്കോ അങ്ങനെ ഗ്രാമീൺ ബാങ്കോ അങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ സ്മാർട്ട് വഴി നമുക്ക് ആ അക്കൗണ്ട് നിങ്ങളുടെ പെൻഷൻ IDയുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും നിലവിലുണ്ട്. അപ്പോൾ ഈ അതുപോലെ ഇപ്പം മസ്റ്ററിങ്ങിൻ്റെ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസ്റ്ററിങ് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുക. ഇനിയും കുറച്ച് ദിവസങ്ങളുകൂടിയേ ഉള്ളൂ. അപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഇപ്പോൾ ഈ തീരെ വയ്യാതിരിക്കുന്ന ആളുകൾക്ക് ഈ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ മറ്റോ ചെന്ന് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്ത് നിങ്ങളുടെ പെൻഷൻ ആക്റ്റീവാക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഡീആക്ടിവേറ്റ് ചെയ്ത് പോകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം റേഷൻ കാർഡിൻ്റെ മറ്റും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ റേഷൻ കടകൾ ഇന്നും നാളെയും അവധിയാണ്. അതായത് 26, 27 അവധിയാണ്. ഇനി നമുക്ക് ഓണക്കിറ്റുകളും മറ്റും വാങ്ങിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 31. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക അവിടുന്ന്. അതുപോലെ തന്നെ വേറൊരു വലിയ കാര്യം, പാവപ്പെട്ട ആളുകൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാരുണ്യ ഇൻഷുറൻസ് സ്കീം. അതിനെക്കുറിച്ച് ചോദിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ സെൻറ്ററിൽ എത്തുന്നുണ്ട്. ഇത് എന്നാണ് തുടങ്ങുന്നത്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെങ്കിലും, അതായത് ആയുഷ്മാൻ ഭാരതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ഇടയ്ക്ക് ഇത് താൽക്കാലികമായി സ്റ്റോപ്പ് ആകുന്നത് പോലെയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഫണ്ട് സർക്കാർ കൊടുത്തിരുന്നില്ല. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ VD സതീശൻ സർക്കാർ ഇപ്പോൾ
ഇതിന് ഫണ്ട് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതി ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാരുണ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് ആക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാർഡ് ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയ്ക്ക് നിങ്ങൾ എലിജിബിളാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ 5 പേരെ വരെയാണ് ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാളെ ആഡ് ചെയ്തിട്ടുള്ളെന്നുണ്ടെങ്കിൽ ഈ ഉടമ ഉൾപ്പെടെ ആധാർ കാർഡും മറ്റുള്ള ആളുകളുടെ ആധാർ കാർഡും നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ബെനിഫിഷ്യറീസിനെ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഒരു സംവിധാനവും നിലവിലുണ്ട്. ഇതിലൊന്നും പെടാത്ത ആളുകൾക്ക് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് 2 ലക്ഷം രൂപ കിട്ടുന്ന സ്കീമും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഓർക്കുക. അത് നമ്മൾ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മറ്റ് ഇൻഷുറൻസുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കീമാണ് ഈ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബെനവലൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു സ്കീമിൽ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ വളരെ ബൃഹത്തായ ഒരു പദ്ധതി ആണ് നമ്മുടെ സർക്കാർ ഇപ്പോഴുള്ള സർക്കാർ കയറിയപ്പോൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതായത് 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് കൂടെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതിനു വേണ്ടി 10 കോടി രൂപ നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ അതിൻ്റെ ഒരു കരട് രേഖ ഞാൻ പറയാം. പിന്നീട് ഇതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വിശദമായിട്ട് നമ്മൾ ഇതിൽ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രാരംഭഘട്ടം നടക്കുകയാണ്. ഇതിൻ്റെ പ്രാരംഭഘട്ടവും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ മുകളിലേക്കുള്ള ആളുകളിലെ മുഴുവൻ വിവരങ്ങളും എടുത്തതിന് ശേഷം ഇതിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ വരുമാനത്തിൽ താഴെയുള്ള ആളുകൾക്കെല്ലാം ഇത് സൗജന്യമായിട്ട് തന്നെ സർക്കാർ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് പദ്ധതി കൊടുക്കും. അതിന് മുകളിൽ വരുമാനം, അതായത് നിശ്ചിത വരുമാനത്തിന് മുകളിൽ വരുന്ന ആളുകളെയും ഈ പദ്ധതി ഉൾക്കൊള്ളിച്ചിട്ട് അവർക്ക് ചെറിയൊരു പ്രീമിയം, അതായത് വർഷം തോറും ചെറിയൊരു പ്രീമിയം അടയ്ക്കുന്ന രീതിയിലായിരിക്കും ഈ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് 2027 ഏപ്രിലോടുകൂടി ഇത് നമ്മുടെ സംസ്ഥാനത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരിക. അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ ഒട്ടുമിക്കവാറും കാര്യങ്ങൾ നമ്മൾ ഡെയിലി, നിങ്ങൾക്കറിയാം നമ്മൾ കോമൺ സർവീസ് സെൻറ്റർ നടത്തുന്നതായതുകൊണ്ട് ഡെയിലി നമ്മുടെ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് തരുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ PM കിസാൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിൽ വരികയും ഞാൻ പിന്നീട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ അതിൽ ആഡ് ചെയ്ത് അവർക്ക് ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടാൻ തുടങ്ങി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള പെൻഷൻ വിതരണവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഈ DBT സംവിധാനം വഴിയാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ മുഖേന വരുമ്പോൾ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള ആക്റ്റീവ് ചെയ്ത് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയന്ത്രണത്തിൽ കൂടെ ആയിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ പേയ്മെൻറ്റ് എന്നാണോ ഇപ്പോൾ പെൻഷൻ്റെ പേയ്മെൻറ്റ് ഇടുന്നത് ആ ടൈമിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇപ്പോൾ നിലവിൽ PM കിസാൻ്റെ പദ്ധതി നടക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.